ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വൻപയർ ഉലർത്തിയത്. കഞ്ഞിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഐറ്റമാണ്. വീട്ടിൽ ആരെങ്കിലും സുഖമില്ലാണ്ടിരിക്കുമ്പോൾ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ് കഞ്ഞിയും പയറും. എന്നും കരുതി സുഖമായിട്ടിരിക്കുമ്പോഴും ഇത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇതിനൊരു നൊസ്റ്റാൾജിയ, ഒരു കംഫർട്ട് ഫീലിംഗ് എന്തോ ഉണ്ട് അതിന്, കഞ്ഞിയും പയറും. അപ്പോൾ കഞ്ഞിയുടെ കൂടെ നല്ല വൻപയർ ഉലർത്തിയത് ഉണ്ടാക്കിയാൽ അതും നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് നോക്കാം ഈ വൻപയർ ഉലർത്തിയത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് 2 കപ്പ് വൻപയറാണ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം സോക്ക് ചെയ്യാൻ പോവാണ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 മില്ലിയുടെ കപ്പാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ 2 കപ്പാണ് ചേർക്കുന്നത്. അപ്പം മിക്കപ്പോഴും ഞാൻ ഒരുപാട് നേരം സോക്ക് ചെയ്യാറില്ല, ഒരു മണിക്കൂർ മാക്സിമം സോക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിലാണ് കേട്ടോ സോക്ക് ചെയ്യണത്. അപ്പോൾ വേഗം കുക്ക് ചെയ്യും. ഇനി ഒരു 3 മണിക്കൂറൊക്കെ സോക്ക് ചെയ്യണമെങ്കിൽ പച്ചവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ മതി. അപ്പോൾ ഞാൻ ഈ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് 1 മണിക്കൂറോളം വെച്ച വൻപയർ ഒരു ചെറിയ കുക്കറിൽ അത് മൂടാൻ വേണ്ടി മാത്രം ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഉപ്പും ചേർക്കും 1 കപ്പ് പയറിന്. അപ്പോൾ ഇവിടെ 2 കപ്പ് അല്ലേ, അതുകൊണ്ട് 2 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ സ്റ്റീം കേൾക്കണ വരെയും കുക്ക് ചെയ്യും. ആദ്യത്തെ സ്റ്റീം കേട്ടതിന് ശേഷം തീ കുറയ്ക്കാം, എന്നിട്ടൊരു 11 മിനിറ്റ്. അപ്പോൾ നല്ല പാകം ആവാറുണ്ട്. ഇനി സമയം കൂടുതൽ സോക്ക് ചെയ്തെങ്കിൽ 11 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, ഒരു 3 സ്റ്റീം കേൾക്കുമ്പോഴേക്കൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ സോക്കിംഗ് ടൈം അനുസരിച്ചിട്ട് വേണം പ്രഷർ കുക്കിംഗ് ടൈമും വെക്കാൻ. അപ്പോൾ പയർ വേവുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. ഇതിന് പ്രധാനപ്പെട്ടത് ചുവന്നുള്ളി, ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, കുരുമുളക്, ഉണക്കമുളക്, കറിവേപ്പില, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഒരു 10-12 ചുവന്നുള്ളി, പിന്നെ വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ. ആ ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി ആണെങ്കിൽ ഏറ്റവും നല്ലത്. വലിയ അല്ലിയാണെങ്കിൽ ഇത്രയും എണ്ണം വേണ്ട. പിന്നെ പിരിയമുളക് ഒരു 6 എണ്ണം, അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക്. ഇതൊക്കെ ആദ്യം ഒന്ന് ചതച്ചെടുക്കാൻ പോകും നന്നായിട്ട്. അപ്പോൾ ചുവന്നുള്ളി ഇനിയും വേണം, അത് സ്ലൈസ് ചെയ്യാനുള്ളതാണ്, മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് അത് നമുക്ക് സ്ലൈസ് ചെയ്യാം, മറ്റേത് നന്നായിട്ട് ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. ഒരു കപ്പിൽ കൂടുതലുണ്ട്, 1.25 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പയർ വെന്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ കൈൻ്റെ ഇടയിൽ ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉടയണ രീതിയിലായിട്ടുണ്ട്. എന്നാൽ കുഴഞ്ഞിട്ടില്ല, ആ പാകമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കാം വൻപയർ ഉലർത്തിയത്. അപ്പോൾ അതേ ഞാൻ ഉള്ളിയൊക്കെ സ്ലൈസ് ചെയ്തു. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ചുവന്നുള്ളിയും പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറൊന്ന് ഗോൾഡൻ ആയി തുടങ്ങണ വരെ ആദ്യം വഴറ്റിയെടുത്താൽ മതി. കൂടുതൽ ബ്രൗൺ ആവരുത്, കാരണം ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഐറ്റംസും കൂടി ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഉള്ളി ആദ്യം 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ട് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഈ ചതച്ചത് ആഡ് ചെയ്ത് ഇനി ഒരു 2-3 മിനിറ്റ് വരെ ചെറിയ തീയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി മൂപ്പിച്ചെടുക്കണം. 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി മൂപ്പിച്ച് നല്ല മണവും നല്ല രസമുണ്ട് ഇപ്പം തന്നെ. ഇതിലേക്ക് ഇനി നമ്മൾ വൻപയർ ആ വെള്ളത്തിൽ നിന്ന് കോരി ഇതിലേക്ക് ഇടാൻ പോകണം. വെള്ളം ആദ്യം ചേർക്കണില്ല. വൻപയർ മാത്രം ഇതുപോലെ ഒരു ഓട്ടമുള്ള കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് ആ വെള്ളത്തിൽ നിന്ന് കോരി എടുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഇനി തീ കൂട്ടി വെക്കാം. തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്യണം. ഈ വെള്ളം മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ തീ കൂട്ടി വെച്ചു. ഇനി ഇത് നന്നായിട്ട് കുറച്ച് നേരം എടുത്ത് നന്നായിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്യാൻ പോകണം. ഇതിലുള്ള ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി പോകണം.
ഇതൊക്കെ ടേസ്റ്റ് കൂടുന്ന ഓരോ വിദ്യകളാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഈ വെള്ളം നന്നായിട്ട് വറ്റിപ്പോകണം. ഇത് ഫ്രൈ ചെയ്യണ സമയത്ത് കുറച്ച് ഒന്ന് ഉടച്ചും കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം ആ കുക്കറിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ടേസ്റ്റ് വേണമെങ്കിൽ നോക്കൂ, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ 2 കപ്പിന് 2 ടീസ്പൂൺ ഉപ്പ് മതിയാവാണ്ടിരിക്കില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കണം ആദ്യം. അപ്പോൾ ഇത് ഇനി തിളച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് അത് ചെറിയ തീയിലേക്ക് വീണ്ടും ആക്കിയിട്ട് അത് വറ്റി പോണ വരെ കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം അപ്പോൾ പയർ പാകത്തിനൊന്ന് ഉടഞ്ഞിട്ടുണ്ടാവും. ചെറുതായിട്ടൊന്ന് ഉടയണം ആ പയർ, അപ്പോഴാണ് നല്ല രസം. അപ്പോൾ നമ്മുടെ വൻപയർ ഉലർത്തിയത് റെഡിയാണ്. ഇത് കഞ്ഞിയും കൂട്ടി കഴിക്കാൻ ഏറ്റവും നല്ല സാധനമാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു മുളകും ഉള്ളിയും ചേർത്ത ചമ്മന്തി കൂട്ടി കഴിക്കാറുണ്ട്. ഭയങ്കര ഈസിയാണ്. അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഈ പയറും മുളക് ഉള്ളി ചമ്മന്തി വേണമെങ്കിൽ കുറച്ച് തേങ്ങാ ചമ്മന്തി, പപ്പടം, അച്ചാർ ഇതൊക്കെ കൂട്ടി കഴിക്കാൻ എന്തൊരു രസമാണ്. നമ്മുടെ പഴയ നാട്ടിൽ തറവാട്ടിൽ പോയി വെക്കേഷൻ സമയത്തൊക്കെ കഴിക്കണ ഓർമ്മ വരും. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത പ്രാവശ്യം വൻപയർ ഉലർത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.